കാശിയേട്ടാ, ഇപ്പം കാശിയേട്ടന് എൻ്റെ അച്ഛയുടെ മണമാണ്. അവൾ മുഖമുയർത്തി അവനെ നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു. ആ ഷർട്ടിൻ്റെ മണമാണെന്ന് അവന് മനസ്സിലായി. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ തലോടി. എന്നെ ഒന്ന് ഇറുക്കി പിടിക്കുമോ കാശിയേട്ടാ? അവൾ ഒരുപാട് ആഗ്രഹത്തോടെ അവനോട് ചോദിച്ചതും അവൻ അവളെ ഇറുക്കി ചുറ്റിപ്പിടിച്ചുകൊണ്ട് നെറ്റിയിൽ ചുംബിച്ചു. എന്നെ വിട്ടിട്ട് പോവല്ലേ കാശിയേട്ടാ, എനിക്ക് എല്ലാവരെയും പേടിയാ. എന്നും എൻ്റെ കൂടെ കാണില്ലേ? അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനോട് ചോദിച്ചു. എൻ്റെ മരണം വരെ എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെ ഈ കാശിയേട്ടനുണ്ടാകും. അവൻ ഒന്നുകൂടി അവളെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ അമർത്തിമുത്തി. ആദ്യമായി അവളുടെ ചുണ്ടിൻ്റെ മൃദുലതയിൽ അവൾ നൽകിയ ചുംബനത്തിൽ അവൻ്റെ നെഞ്ചിടിപ്പ് കൂടി. എങ്കിലും അവയെ നിയന്ത്രിച്ചുകൊണ്ട് അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു കിടന്നു. അവൻ്റെ കരുതലിലും വാത്സല്യത്തിലും അവൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കണ്ണുകൾ മയക്കത്തിലേക്ക് വീണു. അനന്തൻ കാശി പറഞ്ഞത് പ്രകാരം പൈസ വാങ്ങാൻ ശേഖറിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവൻ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചെങ്കിലും ആരും വാതിൽ തുറന്നിരുന്നില്ല. വീട് പുറത്തുനിന്നും ലോക്കല്ലെന്ന് അവന് മനസ്സിലായി. അവൻ വീടിൻ്റെ പുറകുവശത്തേക്ക് നടന്നു. അവിടെ ഒരു മുറിയിൽ ജനൽ പാതി തുറന്നിട്ടിരിക്കുകയായിരുന്നു. ആ മുറിയിൽ നിന്നും എന്തോ വീഴുന്ന ശബ്ദം കേട്ടതും അവൻ ആ ജനലൊന്ന് തുറന്നു നോക്കി. ഫാനിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു തുണിയും അതിന് താഴെ ശ്വാസത്തിനായി പിടയുന്ന പെൺകുട്ടിയും. അവൻ ഓടിച്ചെന്ന് ഹാളിലെ വാതിൽ ചവിട്ടി തുറന്നു. അവളുടെ കാലിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. അഴിക്കടി! അവൻ്റെ അലർച്ച ആ വീട്ടിൽ ഉയർന്നു കേട്ടു. ശ്വാസമെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൾ. അവളുടെ 2 കൈകളും അവൻ്റെ ഷോൾഡറിൽ മുറുകി. അവൻ്റെ ഒച്ച കേട്ടതും അടുത്തുള്ളവരെല്ലാം ഓടി വന്നു. അതിലൊരാൾ അവളുടെ കഴുത്തിൽ ചുറ്റിയിരിക്കുന്ന കെട്ടഴിച്ചു. അവൻ അവളെ കൈകളിൽ താങ്ങി കട്ടിലിലേക്ക് കിടത്തി. ഒരു സ്ത്രീ അവൾക്ക് വെള്ളം കൊണ്ടു കൊടുത്തു. അവൾ പേടിയോടെ അനന്തനെ നോക്കി. ഒരു മുണ്ടും ഗ്രേ കളർ ഷർട്ടുമാണ് അവൻ്റെ വേഷം. മുടികൾ ബാക്കിലേക്ക് വെച്ച് ജെൽ തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. കഴുത്തിലൊരു ചെയിൻ കിടപ്പുണ്ട്. കട്ടിക്ക് വെച്ചിരിക്കുന്ന മീശ താടി ഷേവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കിളിർത്ത് വരുന്നുണ്ട്. അവൻ ദേഷ്യമടക്കാൻ ശ്രമിച്ചുകൊണ്ട് മുണ്ട് മടക്കി കുത്തി അവളെ നോക്കി. ഒരു ചുരിദാറാണ് വേഷം. അതിൻ്റെയാണ് ഷോൾ ഫാനിൽ കിടക്കുന്നത്. കഴുത്തിൽ ഒരു കുഞ്ഞു മാലയും ഒരു കുഞ്ഞു കമ്മലും. മുടികൾ ബാക്കിലേക്ക് കെട്ടി ബണ്ണിട്ടിട്ടുണ്ട്. ആരോ അവളുടെ അച്ഛനെയും അമ്മയും വിളിച്ച് കാര്യം പറയുന്നത് കേട്ടാണ് അവർ പരസ്പരം കണ്ണുകൾ മാറ്റിയത്. അവർ വരുന്നതിന് മുൻപേ അവളെ ദേഷ്യത്തോടെ നിന്ന് നോക്കിയിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ്റെ ബുള്ളറ്റ് ചീറിപ്പാഞ്ഞു പോകുന്നത് അവൾക്ക് കേൾക്കാമായിരുന്നു. വീട്ടിലേക്ക് വന്ന അനന്തൻ കാശിയെ വിളിച്ച് കാര്യം പറഞ്ഞു. പിന്നെ കട്ടിലേക്ക് കിടന്നു. അവളുടെ ജീവന് വേണ്ടിയുള്ള ആ പിടച്ചിലും എന്നെ നോക്കിയ നോട്ടവും ഒന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ മഹാദേവ. അവൾ എന്തിനായിരിക്കും ആത്മഹത്യക്ക് ശ്രമിച്ചത്? അവൾക്ക് വേദനിച്ചപ്പോൾ എൻ്റെ നെഞ്ച് പിടഞ്ഞത് എന്തിനാ? ഞാൻ എന്തിനാ അവളോട് ഇത്രയും ദേഷ്യം കാണിച്ചത്? അവൻ സ്വയം ചിന്തിച്ചു. അപ്പോഴേക്കും അവൻ്റെ ഫോൺ റിങ് ചെയ്തു. കാശിയായിരുന്നു. കാശി, എടാ, ഞാൻ വിളിച്ചായിരുന്നു. ആ കുട്ടിയുടെ മാരേജ് നടന്നില്ല. അതിൻ്റെ വിഷമത്തിൽ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതാ, കാശി അവനോട് പറഞ്ഞു. ആ ശരിയടാ. തിരികെ ഒന്നും ചോദിക്കാനും പറയാനും നിൽക്കാതെ അനന്തൻ അതും പറഞ്ഞ് ഫോൺ വെച്ചു. വൈകിട്ട് അവരുടെ വരവിൽ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാക്കൾ സന്തോഷിച്ചതുപോലെ പുറത്ത് നല്ല മഴയായിരുന്നു. പാറുവാണേ നല്ല ഉറക്കവും. അവൾ ഉണർന്നതും ബെഡിൽ കൈ പരതി നോക്കി. കാശിയെ ബെഡിൽ കാണാഞ്ഞതും അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു. പിന്നെ പതിയെ മുറിയിൽ നിന്നും ഇറങ്ങി. അടുക്കളയിൽ സൗണ്ട് കേട്ടതും പാവാടയും പൊക്കിപ്പിടിച്ച് അവൾ അങ്ങോട്ടേക്ക് നടന്നു. ആ മോളെ എഴുന്നേറ്റോ? അവളെ കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കാശിയേട്ടൻ എന്ത് ചെയ്യുവാ? അവൾ സംശയത്തോടെ ചോദിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. കാശിയേട്ടനെ കുഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും ചായ ഇടാന്ന് കരുതി. അവൻ അവളുടെ കവളിലൊന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. ആ വേദനിക്കുന്നു കാശിയേട്ടാ. അവൾ ചിണുങ്ങി. ആണോ, വേദനിച്ചോ? അവൻ പറഞ്ഞുകൊണ്ട് അവളെ പൊക്കിയെടുത്ത് സ്ലാബിലിരുത്തി. പിന്നെ അവളുടെ കുഞ്ഞിക്കവളിൽ ചുണ്ടുകൾ ചേർത്തു. അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. പാലെവിടുന്നാ കാശിയേട്ടാ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഞാൻ പോയി വാങ്ങി. കാശിയേട്ടൻ ഉറങ്ങിയില്ലായിരുന്നോ? ഉറങ്ങിയല്ലോ. മഴ പെയ്തപ്പോൾ ഭയങ്കര സൗണ്ടായിരുന്നു, അങ്ങനെ എഴുന്നേറ്റതാ. അവൻ ചിരിയോടെ പറഞ്ഞു. അത് ഓടിൽ ശക്തിയായിട്ട് മഴ പെയ്യുമ്പോൾ കേൾക്കുന്നതാ. അവൾ ചിരിച്ചു. പാറു, അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി. ഇതുപോലത്തെ ഡ്രസ്സ് ഇനി ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കൊരെണ്ണം വാങ്ങിക്കാം. നീ ഇനി മുതൽ ഇതിട്ടാൽ മതി. ഈ ഡ്രസ്സിൽ എൻ്റെ പെണ്ണ് ചുന്ദരിക്കുട്ടിയാ. അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ചിരിച്ചു. ഒരു ഗ്രീൻ കളർ കൂടിയുണ്ട്, അത് വൈകിട്ട് കുളിച്ചിട്ടിടാം, അവൾ ചിരിയോടെ പറഞ്ഞു. അവൻ ചായ കപ്പിലേക്ക് ഒഴിച്ചുകൊണ്ട് അവൾക്ക് നേരെ നീട്ടി. അവളത് ചുണ്ടിലേക്ക് അടുപ്പിച്ചു. നമുക്ക് നാളെ പോകുന്ന വഴി ഇതുപോലത്തെ ഡ്രസ്സ് എടുക്കാം. ഈ 2 ഡ്രസ്സ് നീ എടുത്തേക്ക്. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. ഇത് കടയിൽ നിന്ന് എടുത്താൽ ശരിയാവില്ല കാശിയേട്ടാ. തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം, എങ്കിലേ അതിന് ഭംഗി വരുള്ളൂ. എങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തായാലും ഈ ഡ്രസ്സ് മതി ഇനി. പിന്നെ നിൻ്റെ യൂണിഫോം, ബുക്സ് ഒക്കെ എടുക്കണം. നെക്സ്റ്റ് വീക്ക് മുതൽ സ്കൂളിൽ പോകണ്ടേ? എക്സാം എടുത്ത് വരുമല്ലേ? ഞാൻ നെറ്റ് ചാർജ് ചെയ്തിട്ടുണ്ട് ഫോണിൽ. അവർ നോട്ട്സൊക്കെ അയച്ചിട്ടുണ്ടോ എന്ന് നോക്ക്. അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് സ്ലാബിൽ നിന്നും ഇറങ്ങാൻ ശ്രമിച്ചു. എവിടെ പോകുക? അവൾ ഇറങ്ങുന്നത് കണ്ട് അവൻ ചോദിച്ചു. ഫോൺ എടുക്കാൻ. ആ ചായ കുടിച്ചിട്ട് പോ.
അവൻ പറഞ്ഞതും വീണ്ടും അവൾ അവിടെ ഇരുന്ന് ചായ കുടിക്കാൻ തുടങ്ങി. അവനും ഒരു കപ്പ് ചായ എടുത്തിട്ട് അവളുടെ അടുത്തേക്ക് കയറിയിരുന്ന് ചായ ചുണ്ടിനോട് ചേർത്തു. അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് കണ്ടതും അവൻ പുരികം പൊക്കി ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. അവനും അവളെ ചേർത്ത് പിടിച്ച് ചായ കുടിച്ചു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. അനന്തൻ ആ പെൺകുട്ടിയെ പിന്നെ കണ്ടിട്ടില്ല. അനന്തൻ്റെ മനസ്സിൽ നിന്ന് അവൾ മാഞ്ഞു പോയതുമില്ല. കാശിയാണ് എന്നും പാറുവിനെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും വിളിച്ചുകൊണ്ട് വരുന്നതും. യൂണിഫോം ഒക്കെ ഇട്ട് 2 സൈഡ് മൂടി പിന്നി റിബണൊക്കെ ഇട്ടിട്ട് ഒരുങ്ങി നിൽക്കുന്ന അവളെ കാണുമ്പോൾ വെറും കുഞ്ഞു കുട്ടിയെ പോലെയാണ് കാശിക്ക് തോന്നുന്നത്. എന്നും വാത്സല്യത്തോടെയുള്ള അവൻ്റെ ഉമ്മയും വാങ്ങിച്ചിട്ടാണ് അവൾ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നത്. ക്ലാസ്സുകൾ കഴിഞ്ഞ ഒരു ദിവസം കാശിയെ കണ്ടതും അവൾ കൂട്ടുകാരുടെ അടുത്തു നിന്നും ഓടി വന്നു. കാശിയേട്ടാ, അവൾ പറഞ്ഞുകൊണ്ട് അവനെ ഇറുക്കി പിടിച്ചു. കുഞ്ഞാ, ക്ലാസ് ഒക്കെ കഴിഞ്ഞതല്ലേ, ഇനി എക്സാമിനല്ലേ എല്ലാവരെയും കാണുള്ളൂ. പോയി അവരെയൊക്കെ കണ്ട് യാത്ര പറഞ്ഞിട്ട് നമ്മുടെ മാരേജിന് ക്ഷണിച്ചിട്ട് വാ, ഞാനിവിടെ നിൽക്കാം. അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. എല്ലാവരോടും പറഞ്ഞു കാശിയേട്ടാ, അവരൊക്കെ മാരേജിനെയും വിളിച്ചു. അവരൊക്കെ വരും ഏട്ടാ, വാ നമുക്ക് പോകാം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് കാര്യമോ കുഞ്ഞാ? പറയാന്ന്, വാ കയറ്, വണ്ടി എടുക്ക്. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് ഡോറ് തുറന്നു. അവൾ ഓടിച്ചെന്ന് കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. കാശിയേട്ടാ, ഇന്നുണ്ടല്ലോ എൻ്റെ ക്ലാസ്സിലൊരു ചെക്കൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവൾ കണ്ണുകൾ വിടർത്തി അവനോട് പറഞ്ഞു. ആഹാ, എന്നിട്ട് നീ എന്ത് മറുപടി പറഞ്ഞു? ഞാൻ പറഞ്ഞു കാശിയേട്ടനോട് ചോദിക്കാം. അപ്പോൾ എന്നോട് ചോദിക്കുക കാശിയേട്ടൻ എൻ്റെ ഏട്ടനാണോന്ന്. എന്നിട്ടെന്താ? ഞാൻ പറഞ്ഞു ആണെന്ന്. അവൾ അവനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൻ്റെ മുഖം മാറി. അവൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി ദേഷ്യത്തോടെ അവളെ നോക്കി. ആദ്യമായിട്ട് കാണുന്ന അവൻ്റെ ദേഷ്യത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. അവൾ കണ്ണുകളൊക്കെ നിറച്ച് അവനെ നോക്കാതെ കുനിഞ്ഞിരുന്നു. നീ എന്തിനാ കരയുന്നേ? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. കാശിയേട്ടനും എന്തിനാ ദേഷ്യപ്പെടുന്നേ? അവൾ മുഖമുയർത്തി തിരിച്ചു ചോദിച്ചുകൊണ്ട് വിതുമ്പി. നിന്നോട് ഞാനല്ലേ ആദ്യം ചോദിച്ചത്, നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. കാശിയേട്ടൻ ദേഷ്യപ്പെട്ടതുകൊണ്ടാ. അവൾ അവനെ നോക്കാതെ മുഖം കുനിച്ചു. ഞാനതിന് നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? അവൻ ചോദിച്ചതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. പാറു, നിന്നോടാ ഞാൻ ചോദിച്ചത്. അവൻ വീണ്ടും പറഞ്ഞു. അവൾ ഇല്ലെന്ന് തലയാട്ടി. പിന്നെ എന്തിനാ നീ ഇപ്പം കരയുന്നേ? എന്നെ ദേഷ്യപ്പെട്ട് നോക്കിയില്ലേ? അവൾ കുഞ്ഞു കുട്ടികൾ പറയുന്നത് പോലെ പറഞ്ഞു. പിന്നെ ദേഷ്യപ്പെടാതെ അവനോട് അങ്ങനെയാണോ പറയേണ്ടത്? ഇഷ്ടമല്ലെന്ന് പറയണം. നിന്റെ മാരേജ് ഫിക്സ് ചെയ്തിരിക്കുകയാണെന്ന് പറയണം. അതോ ഇനി എന്നേക്കാൾ ബെറ്റർ അവനാണെന്ന് നിനക്ക് തോന്നിയോ? കാശിയേട്ടാ, അവൾ അവൻ്റെ സംസാരം കേട്ട് ഞെട്ടലോടെ വിളിച്ചു. അവനൊന്നും മിണ്ടാതെ വണ്ടി എടുക്കാൻ തുടങ്ങി. കാശിയേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതാ, സോറി. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അവനോട്. അവൻ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാരേജ് ഉറപ്പിച്ചതാണെന്ന്, കാശിയേട്ടൻ എന്നെ കെട്ടാൻ പോവുകയാണെന്ന്. സത്യം, എന്നോട് മിണ്ടുവോ? ഇനി ആര് പറഞ്ഞാലും കാശിയേട്ടൻ്റെ പാറു അങ്ങനെ പറയുള്ളൂ, ഗോഡ് പ്രോമിസ് ആയിട്ടും. എന്നോട് മിണ്ടുവോ കാശിയേട്ടാ? എന്നെ കുഞ്ഞാന്ന് വിളിക്കുവോ? അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ ചിരിച്ചു. അവൾ സംശയത്തോടെ അവനെ നോക്കി. പേടിച്ചു പോയോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ സംശയത്തോടെ വീണ്ടും നോക്കി. പിന്നെ മുഖം വീർപ്പിച്ചു. ഇതൊക്കെ കാശിയേട്ടൻ്റെ വെറും നമ്പറല്ലേ കുഞ്ഞാ? നിന്റെ സംസാരം കേട്ടപ്പോഴേ എനിക്ക് തോന്നി നീ ചുമ്മാ എന്നെ എരികേറ്റുവാണെന്ന്. അപ്പോൾ കാശിയേട്ടനും എൻ്റെ കുഞ്ഞിനോടൊരു നമ്പർ ഇറക്കിയതല്ലേ? അവൻ അവളുടെ കവിളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈ തട്ടി മാറ്റി. എന്നിട്ട് കൈകൾ മാറിൽ കെട്ടി അവനെ നോക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് വണ്ടിയെടുത്തു. കുറച്ചു ദൂരം കഴിഞ്ഞതും അവൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി. എന്നിട്ട് അവളെ നോക്കി ചിരിയോടെ കാറിൽ നിന്നും ഇറങ്ങി. അവൾ സംശയത്തോടെ അവൻ പോകുന്നത് നോക്കിയിരുന്നു. അവനൊരു ഐസ്ക്രീം പാർലറിലേക്കാണ് പോയത്. അവിടെ ചെന്നൊരു ബട്ടർ സ്കോച്ച് ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വന്നു. അത് കണ്ടതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ അവളത് അവനെ കാണിക്കാതെ മറച്ചു പിടിച്ചു. അവൻ അവളുടെ സൈഡിലെ ഡോർ തുറന്ന് ചിരിയോടെ അത് അവൾക്ക് നേരെ നീട്ടി. എനിക്ക് വേണ്ട. അവൾ ദേഷ്യത്തോടെ മുഖം മാറ്റി അവനെ നോക്കാതെ ഇരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് കയറിയിരുന്നു. അവളെ പൊക്കിയെടുത്ത് അവൻ്റെ മടിയിലേക്കിരുത്തി. മാറ്, എന്തിനെന്നെ മടിയിലിരുത്തിയേ? എനിക്ക് പഠിക്കണം, വീട്ടിൽ കൊണ്ടാക്ക്. അവൾ ദേഷ്യത്തോടെ വീണ്ടും പറഞ്ഞു. ഇത് കഴിക്ക്, എന്നിട്ട് കൊണ്ടാക്കാം. എനിക്ക് വേണ്ട. വേണം, കഴിക്ക്. ദേ, ഇതലിഞ്ഞു പോകും. കാശിയേട്ടൻ കഷ്ടപ്പെട്ട് ഈ വെയിലത്ത് അങ്ങ് വരെ പോയി എൻ്റെ കുഞ്ഞിന് സ്നേഹത്തോടെ വാങ്ങിക്കൊണ്ട് വന്നതല്ലേ. അപ്പം എൻ്റെ കുഞ്ഞ് കഴിക്കാതിരുന്ന കാശിയേട്ടന് വിഷമാവില്ലേ? അവൻ വിഷമം നടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ആണോ എന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ വിഷമത്തോടെ അവളെ നോക്കി. അതുകൊണ്ട് അവൾക്കും വിഷമമായി. അവൾ അവൻ്റെ കയ്യിൽ നിന്നും ഐസ്ക്രീം വാങ്ങി ചുണ്ടിലേക്ക് അടുപ്പിച്ചു. ഇനി എന്നോട് ദേഷ്യപ്പെടുവോ? അത് ചുണ്ടിനോടൊന്ന് അടുപ്പിച്ചിട്ട് അവൾ അവൻ്റെ നേരെ കൈ ചൂണ്ടി ചോദിച്ചു. അവൻ ചിരിച്ചുകൊണ്ടില്ലെന്ന് തലയാട്ടി. ഗോഡ് പ്രോമിസ് അല്ലേ? അവൾ വീണ്ടും ചോദിച്ചു. ആണ് കുഞ്ഞാ, അത് അലിഞ്ഞു പോകാതെ കഴിച്ചേ. അവൻ അവളുടെ മേൽചുണ്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഐസ്ക്രീം
തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് ഐസ്ക്രീം കഴിച്ചു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. ഇന്നാണ് കാശിയുടെ പാറുവിൻ്റെ ബർത്ത്ഡേ. അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് സൈനുവിൻ്റെ വീട്. സൈനുവിൻ്റെ ഹാളിലുള്ള സ്ഥലത്ത് കേക്കൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു ബർത്ത്ഡേ പാർട്ടി. അനന്തനും കാശിയും സൈനുവും ആയിഷയും മാത്രമുള്ള കുഞ്ഞു സെലിബ്രേഷൻ. ഒരു ഗോൾഡൻ കളർ ബ്ലൗസും റെഡ് കളർ പട്ടുപാവാടയുമാണ് അവളുടെ വേഷം. തലമുടി അഴിച്ച് കുളിപ്പിന്നൽ കെട്ടി തുളസിക്കതിരി വെച്ചിട്ടുണ്ട്. നെറ്റിയിലും കഴുത്തിലും രാവിലെ കാശിയോടൊപ്പം അമ്പലത്തിൽ പോയതിൻ്റെ ഫലമായി കുറിയിടപ്പുണ്ട്. നീട്ടി എഴുതിയിരിക്കുന്ന കണ്ണുകൾ. മറ്റു സമയങ്ങളൊന്നും മുഖത്തില്ല. കാതിലൊരു സ്വർണ്ണ ജിമുക്കയുണ്ട്. കാശി രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ അവൾക്ക് വേണ്ടി വാങ്ങിക്കൊടുത്തതാണ്. കയ്യിൽ രണ്ടും റെഡ് കളർ വള കിടപ്പുണ്ട്. കഴുത്തിൽ പഴയ മാല തന്നെയാണ്. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ സോങ് പാടിയതും അവൾ ചിരിച്ചുകൊണ്ട് ആ റെഡ് വെൽവെറ്റ് കേക്ക് മുറിച്ചു. ആദ്യത്തെ പീസ് എടുത്ത് അവൾ കാശിക്ക് നേരെ നീട്ടി. അവനത് വാങ്ങിക്കഴിച്ചിട്ട് അവൾക്കും തിരികെ കൊടുത്തു. എന്തോ ഓർത്തതുപോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് മനസ്സിലായതുപോലെ കാശി അവളെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു. അവൾ അനന്തനും സൈനുവിനും ആയിഷയ്ക്കും കേക്ക് കൊടുത്തു. അവർ തിരികെ. അവളുടെ ബർത്ത്ഡേ പ്രമാണിച്ച് സൈനു മട്ടൻ ബിരിയാണിയും അനന്തൻ പായസവും വെക്കാൻ തീരുമാനിച്ചു. അവർ രണ്ടും അടുക്കളയിലേക്ക് കയറിയതും കാശി അവളുടെ മനസ്സറിഞ്ഞതുപോലെ പാറുവിനെ കൂട്ടി പാറുവിൻ്റെ വീട്ടിലേക്ക് പോയി. അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് എന്ന് കുറേ നേരം അവൾ സംസാരിച്ചു. പിന്നെ അവരുടെ അനുഗ്രഹം വാങ്ങി. കാശി അപ്പോഴേക്കും വാതിലൊക്കെ തുറന്ന് ഫോണും നോക്കി ഹാളിൽ ചെന്നിരുന്നു. എല്ലാം കഴിഞ്ഞതും പാറു അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവളുടെ സാന്നിധ്യം അറിഞ്ഞതുപോലെ കാശി ഫോണിൽ നിന്നും കണ്ണുകൾ ഉയർത്തി അവളെ ഒന്ന് നോക്കി. പിന്നെ ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ മടിയിലേക്ക് ഇരുത്തി. അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ട് അവനെ ഇറുക്കി പിടിച്ച് കഴുത്തിൽ മുഖം ചേർത്തു. അവളൊന്ന് റിലാക്സ് ആകുന്നത് വരെ അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. ചന്ദനത്തിൻ്റെ തുളസിയുടെ മണമായിരുന്നു അവൻ്റെ പെണ്ണിനപ്പോൾ. അവൾ കണ്ണുകളൊക്കെ തുടച്ചിട്ട് അവൻ്റെ കഴുത്തിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കി. അവൻ ചിരിച്ചുകൊണ്ട് പുരികം പൊക്കി ചോദിച്ചതും അവൾ അവൻ്റെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. പിന്നെ അവനെ തന്നെ കുറച്ചു നേരം നോക്കി. അവനും അവൻ്റെ പെണ്ണിനെ നോക്കി കാണുകയായിരുന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖം മുഴുവൻ അലഞ്ഞു. ഒടുവിൽ അവനെ നോക്കി വിതുമ്പുന്ന ആ ചുവന്ന ചുണ്ടുകളിലേക്ക് അത് എത്തിച്ചേർന്നു. അവൻ തള്ളവിരൽ കൊണ്ട് അതിലൊന്ന് തലോടി. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞോട്ടെ കുഞ്ഞാ, അവൻ അവയിൽ വിരലുകൾ കൊണ്ട് തഴുകി ചോദിച്ചതും അവൾ അവനെ നോക്കി ചിരിച്ചു കാണിച്ചു. അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി അടുപ്പിച്ചു. അവൾ കണ്ണുകളെ ഇറുക്കിയടച്ചു. അപ്പോഴും അവളുടെ ചുണ്ടിൽ അവളുടെ കാശിയേട്ടന് വേണ്ടി ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു.